ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇപ്പോ ബോയിനെ കണ്ട് ലിൻഡ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കാണ്. അങ്ങനെ തന്നെ ചാടി എഴുന്നേക്കും. ബോയ്, ഇത് നീ തന്നെയാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ബോയ് ആണെങ്കിലോ ഒന്നും മിണ്ടാണ്ട് നേരെ ലിയുവിന്റെ അടുത്തേക്ക് ചെന്ന് കൈ പിടിച്ച് വലിക്കും. ലിയു, ഇനി നീ ഇവിടെ നിൽക്കണ്ട, വാ നമുക്ക് പോവാന്ന് പറയും. ബോയ്, അതിന് ഞാൻ നിന്റെ കൂടെ അല്ല വന്നത്, ദേ ഇവരുടെ കൂടെയാണ്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ നിന്റെ കൂടെ വരുമെന്ന് ഇങ്ങനെ ചോദിക്കും. ലിയു, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്. ഇവരുടെ കൂടെ കൂട്ടുകൂടുന്നത് നിനക്കൊരിക്കലും നല്ലതിനാവില്ല. അവര് നിന്നെ യൂസ് ചെയ്യുമെന്നറിയും. അപ്പൊ തന്നെ ലിൻഡയും എന്താ നീ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. എന്താ ഞാൻ പറയുന്നതെന്നോ? നിങ്ങളുടെ ഓൾഡ് സെൽഫിഷ് ഹാബിറ്റിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഓൺ ഗെയിനിന് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ ഫീലിങ്സ് വെച്ച് നിങ്ങൾ കളിക്കും. അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയും. ലിൻഡക്കാണെങ്കിലും ഒന്നും പറയാൻ പറ്റാണ്ട് പരിതാപകരമായിട്ട് ബോയിനെ ഇങ്ങനെ നോക്കും. അപ്പൊ തന്നെ ലിയു ഇടക്ക് കയറും. നീ ഇത്തിരി ഓവറായിട്ടാ പോകുന്നത്, മറ്റുള്ളവരുടെ അടുത്ത് ബിഹേവ് ചെയ്യാനായിട്ട് നിനക്ക് അറിയില്ല എന്നും പറഞ്ഞ് ബോയിനെ ചീത്തയും പറഞ്ഞ് ലിൻഡയുടെ അടുത്ത് സോറി പറയും. അവൻ ഇത്തിരി റൂഡായിട്ടാ പെരുമാറുന്നത്, അവന്റെ നേച്ചർ അങ്ങനെയാണ്, മാം ഒന്നും വിചാരിക്കരുതെന്ന് പറയും. അപ്പൊ തന്നെ ബോയും ലിയുനെ നോക്കിയിട്ട് അതുകൊണ്ട് എന്താണ് നീ എന്റെ കൂടെ വരുന്നില്ലേ എന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ലിയുന് ഇഷ്ടപ്പെടില്ല. ഞാൻ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നത് മുഴുവനായിട്ട് ഞാനാണ്. എന്റെ ലൈഫിൽ ഇടപെടാനായിട്ട് നീ ആരുമല്ല, ഒരു റൈറ്റ്സും നിനക്കില്ല എന്ന് പറയും. ബോയ് ആണെങ്കിലും ഒന്നും മിണ്ടാണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിച്ചാൽ പോരെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. ആനും ഇവരുടെ അടുത്ത് സോറിയൊക്കെ പറഞ്ഞ് നേരെ ബോയുടെ അടുത്തേക്ക് ചെല്ലും. നിന്റെ മൂഡ് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി, എന്നാലും നീ അവരുടെ അടുത്ത് ഇതിൽ റൂഡായിട്ടാണ് പെരുമാറിയതെന്ന് ഇങ്ങനെ പറയും. അപ്പൊ തന്നെ ബോയും തിരിഞ്ഞു നോക്കിയിട്ട് നീ എന്റെ അടുത്ത് എപ്പോഴും ഫെയ്ന എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമില്ലാത്തതെന്ന് ചോദിക്കാറുണ്ടല്ലോ, അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? അവിടെ ഇരിക്കുന്ന ആ സ്ത്രീ കാരണമാണെന്ന് ഇങ്ങനെ പറയും. അതേ ടൈം ലിൻഡയും ഭയങ്കര സങ്കടത്തില് ലിയോന്റെ ഫ്രണ്ടിലേക്ക് ഇരിക്കും. അപ്പൊ തന്നെ ലിയു, എന്റെ ഫ്രണ്ട് ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ ഒരാളോട് റൂഡായിട്ട് പെരുമാറുന്ന ആളൊന്നുമല്ല, അവൻ എന്താ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് സോറി പറയുവാന്ന് പറയും. ഉടനെ തന്നെ ലിൻഡ ഭയങ്കര വിഷമിച്ച് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റ് ഒന്നും അല്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിയോ ഒന്ന് ഷോക്കാകും. ഞാൻ ഇത്രയും നേരം നിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ എന്റെ മകന്റെ കാര്യം, അത് ദേ ഇവനാണെന്ന് പറയും. അതേ ടൈം ബോയും ആനിന്റെ അടുത്ത് അവരെന്റെ അമ്മയാണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഷായിനെ കാണിക്കാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് ഫ്രഷപ്പായി ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് വരും. അതേ ടൈം ലിയു ഷായുടെ അടുത്തേക്ക് എത്തും. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു എന്നറിയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് രണ്ടുപേരും കൂടി ഓരോ ടീ ഒക്കെ കുടിച്ച് ലിൻഡയുടെയും ബോയുടെയും കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ ഷായും, ബോയ് ലിൻഡയുടെ മകനാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ശരിക്കും ലിൻഡക്ക് ഒരു മകനുള്ള കാര്യമേ എനിക്ക് അറിയില്ലായിരുന്നു എന്നറിയും. ഞാനും ബോയ് അവരുടെ സണ്ണായിരിക്കുമെന്ന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ അവർക്ക് ബോയുടെ അടുത്ത് സംസാരിക്കണമെന്നൊക്കെയുണ്ട്, അതെനിക്ക് അന്ന് മനസ്സിലായി. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ശരിക്കും അവർ ഒറ്റക്ക് നിന്ന് എല്ലാ കാര്യങ്ങളും പരിശ്രമിച്ച് നേടുന്ന ഒരു സ്ത്രീയാണ്, അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ അവരുടെ ഇടയിലേക്ക് ചെല്ലുന്നത് അത്രക്കും ശരിയാവില്ല. എങ്ങാനും അവര് നമ്മളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ബെസ്റ്റ് കൊടുക്കാന്ന് പറയും. ഓക്കെ എന്നും പറഞ്ഞിട്ട് ലിയു ലാസ്റ്റ് നൈറ്റ് നടന്ന കാര്യം ആലോചിച്ചെടുക്കുവാണ്. സോറി ലിയു, എനിക്ക് ഇതെങ്ങനെ നിന്റെ അടുത്ത് ചോദിക്കണമെന്ന് അറിയില്ല, എന്നാലും എന്റെ അവസ്ഥ കാരണം ഞാൻ ചോദിക്കുവാണ്. എനിക്ക് ബോയുടെ കൂടെ ടച്ചിലിരിക്കണം. അതിന് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഞാൻ എപ്പോഴും അവന്റെ കൂടെ പഴയ പോലെ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ക്രിസ്മസിനും ന്യൂ ഇയറിനും ഗ്രീറ്റിംഗ് കാർഡും ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ അയക്കും. പക്ഷെ അതിലൊന്നുപോലും അവൻ ഇതുവരേക്കും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം എനിക്ക് തിരിച്ചയച്ചോണ്ടിരിക്കുകയാണ്. എനിക്കറിയാം ഞാനൊരു ഫൂളാണെന്ന്, എല്ലാം ചെയ്തു വെച്ചത് ഞാനാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും എനിക്ക് എന്റെ മകന്റെ കൂടെ പഴയ പോലെ ആവണം. അവന്റെ ഹൃദയത്തിലേക്ക് എനിക്ക് കയറി പറ്റണം. പക്ഷെ അവൻ എന്നെ കയറ്റാണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ്. ഞാനിനി എന്ത് ചെയ്യും? പ്ലീസ് ലിയു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അതേ ടൈം ബോയ് ആണെങ്കിലോ ഭയങ്കരമായിട്ട് കുടിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവന്റെ ഡാഡിന്റെ അടുത്ത് നിന്ന് കോള് വരും. അങ്ങനെ നേരെ വീട്ടിലേക്ക് ചെല്ലും. അവിടെയാണെങ്കിലോ ബോയുടെ ഡാഡി ഇരുന്ന് എന്തോ തയ്ച്ചോണ്ടിരിക്കുകയാണ്. ഗെയില് ആവശ്യമില്ലാണ്ട് ഇത് ദേ വലിച്ചെറിഞ്ഞു കളഞ്ഞു, കീറിയെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിത് തുന്നിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും അവൾക്ക് വലിച്ചെറിയാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ തന്നെ ബോയു, ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എമർജൻസി ആണെന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഡാഡും, ഞാൻ വിളിപ്പിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഒരു ഫാദറായിട്ട് എന്റെ മക്കളുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് എനിക്ക് അവകാശമൊന്നും ഇല്ലെന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെയൊന്നും ഇല്ല ഡാഡ്, ഞാൻ ജസ്റ്റ് കുടിച്ചോണ്ടിരിക്കായിരുന്നു എന്ന് പറയും. കുടിച്ചോണ്ടിരിക്കായിരുന്നോ? അപ്പൊ എന്തോ പ്രോബ്ലം ഉണ്ടല്ലോ. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിനക്ക് എന്റെ അടുത്ത് പറയാന്ന് പറയും. അമ്മയുടെ കാര്യം പറയാനായിട്ട് വരുമ്പോഴാണ് ഡാഡും അമ്മയുടെ ആർട്ടിക്കിള് വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബോയ്ക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ തന്നെ അത്
പറയാണ്ട് അങ്ങനെയൊന്നുമില്ല, ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാന്ന് വിചാരിച്ചു, അതാന്നറിയും. ഓ അത്രയുള്ളൂ, അങ്ങനെയാണെങ്കിൽ മോനെ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്തതാ, എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല, ഒന്ന് തുന്നിത്താന്നും പറഞ്ഞ് ആ സാധനം ബോയുടെ കയ്യിലേക്ക് കൊടുക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ലിയോനെയും ഷാഹിനെയും കാണിക്കാണ്. എനിക്കറിയില്ല ഇതിലേക്ക് ഇടപെടണമോ വേണ്ടയോ എന്ന്. ഈ കാര്യം ഞാൻ ഇടപെട്ട് വലിയ രീതിയിൽ വഷളായാലോ, പിന്നെ ഇതിന്റെ പേരില് ഗായ് എന്നെ വെറുക്കില്ലേ, അതിനെനിക്ക് താല്പര്യമൊന്നും ഇല്ലാന്ന് പറയും. അപ്പൊ തന്നെ ഷായും, നിനക്കിപ്പോ ബോയിനെ ഹെൽപ്പ് ചെയ്യണം, പക്ഷെ അവൻ ആ കാര്യത്തില് നിന്നെ വെറുക്കുമോ എന്നുള്ള പേടിയും നിനക്കുണ്ട്, അതല്ലേ സത്യം എന്ന് ഇങ്ങനെ ചോദിക്കും. അതേന്ന് ലിയോവും പറയും. എന്നാലേ നീയേ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നീ എന്ത് ചെയ്താലും അവന് നിന്നെ വെറുക്കാനൊന്നും പറ്റില്ല, അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാന്ന് പറയും. ഇത് കേട്ട് ലിയോവും ഒന്നും മിണ്ടാണ്ട് നിൽക്കാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ബോയുടെ വീട്ടിലേക്ക് കാണിക്കാണ്. ബോയുടെ സിസ്റ്റർ ഇൻസ്റ്റയില് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു സ്നാക്സിനെ പറ്റി അടിപൊളിയായിട്ട് റിവ്യൂ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ടൈമിന് ബോയ് അങ്ങോട്ടേക്ക് വന്ന് പുള്ളിക്കാരിയുടെ ഹെഡ്സെറ്റ് പൊക്കി കാണിക്കും. അപ്പൊ തന്നെ പുള്ളിക്കാരിയും, നിങ്ങൾ എന്റെ ചേട്ടനെ കണ്ടിട്ടില്ലല്ലോ, ഇതാണ് എന്റെ ചേട്ടൻ എന്നും പറഞ്ഞ് സ്ക്രീനിലേക്ക് വലിച്ചു പിടിച്ച് കാണിക്കും. ഗായ്സ്, എന്റെ ചേട്ടന്റെ സ്മൈലാണ് നിങ്ങൾ കാണേണ്ടത്, അത്രയ്ക്ക് ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ബോയിനെ നല്ല രീതിക്ക് പൊക്കി അടിക്കും. ബോയും അങ്ങനെ തന്നെ മാറിയിരിക്കും. അപ്പൊ തന്നെ സിസ്റ്ററും ലൈവൊക്കെ വൈൻഡപ്പ് ചെയ്ത് ബോയുടെ നേരെ തിരിയും. അപ്പൊ തന്നെ ബോയും, സത്യത്തില് നീ ഹാപ്പിയാണോ? എന്റെ ഓരോ സാധനങ്ങളും അടിച്ചു മാറ്റി നീ എന്നെ ബുള്ളി ചെയ്യുന്നുണ്ട്, അതുകൊണ്ടേ ഈ ഹെഡ്സെറ്റ് ഞാൻ നിനക്ക് തരുന്നില്ല എന്ന് പറയും. അപ്പൊ തന്നെ സിസ്റ്ററും ആ ഹെഡ്സെറ്റ് വാങ്ങിച്ചെടുക്കും. എന്തായാലും ഇതെനിക്ക് ഫിക്സ് ചെയ്ത് തന്നതിന് താങ്ക്സ് ഉണ്ടെന്ന് പറയും. നീ എന്റെ അടുത്ത് താങ്ക്സ് ഒന്നും പറയണ്ട, ഡാഡിന്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞാൽ മതി, കാരണം ഡാഡാണ് ഇത് ഫിക്സ് ചെയ്തതെന്ന് പറയും. ഓക്കെ, ഇപ്പൊ തന്നെ പറഞ്ഞേക്കാന്നും പറഞ്ഞ് സിസ്റ്ററും ഓടിച്ചെന്ന് താങ്ക് യു ഡാഡ് എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോ ഇത് കണ്ട് ബോയ്ക്കും ഒരുപാട് ഹാപ്പി ആകും. അതേ ടൈമിന് ബോയ്ക്ക് ലിയുന്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരും. നീ ഫ്രീ ആണെങ്കിൽ എനിക്കൊന്ന് കാണണം, കുറച്ചു നേരം സംസാരിക്കണം, ഒന്ന് വരാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് രണ്ടുപേരും കൂടി ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുവാണ്. വെയിറ്ററിന്റെ അടുത്ത് ബോയും ഒരു ലെമൺ ടീയും ഒരു റോസ്റ്റ് ടീയും ഓർഡർ ചെയ്യും. ഇത് കേൾക്കുമ്പോ ലിയു, ഈ റോസ്റ്റ് എനിക്കാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അതെ നിനക്കാണ്, നിനക്ക് സ്മെല്ലുകളൊക്കെ ഒരുപാട് ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ് ഞാനത് ഓർഡർ ചെയ്തേന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിയുന് എന്തോ പോലെയൊക്കെ ആവുന്നുണ്ട്. എന്നാലും കാര്യത്തിലേക്ക് കടക്കാമെന്ന് വിചാരിച്ച്, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഉണ്ടെന്നും പറഞ്ഞ് തുടങ്ങുമ്പോ തന്നെ ബോയ് ആണെങ്കിലോ, എന്താ മിസ് ചെയ്ത നോട്ട് നിനക്ക് വേണോ, ഞാൻ തരാന്ന് പറയും. അതല്ല വേറൊരു കാര്യമെന്ന് പറയുമ്പോ തന്നെ വീണ്ടും പോയി, നീ ഫെയ്യിനെ കുറിച്ചാണ് പറയാനായിട്ട് തുടങ്ങുന്നതെങ്കിൽ അത് വേണ്ട, എനിക്ക് അവളെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല, അതുകൊണ്ട് ഫെയ്യുടെ കാര്യവും പറഞ്ഞ് നീ എന്റെ അടുത്തേക്ക് വരരുതെന്ന് പറയും. അതല്ല പോയി വേറൊരു കാര്യമാന്ന് പറയും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ലിയോ, മോയിന എന്തായാലും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, അതുകൊണ്ട് നിനക്ക് പേടിക്കാണ്ട് ക്ലാസ്സിലേക്ക് വരാം, അതുമല്ലാണ്ട് നിന്റെ ഫോട്ടോസും ഞാൻ എങ്ങനെയൊക്കെയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഇനി നിനക്ക് ആരെ വേണേലും ഡേറ്റും ചെയ്യാം, നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും, നീ എന്തായാലും തിരിച്ച് കോളേജിലേക്ക് വാന്ന് പറയും. കഴിഞ്ഞോ പോയി, നീ സംസാരിച്ചു കഴിഞ്ഞോ, ഇനി ഞാൻ സംസാരിച്ചോട്ടെ നിന്നെ ചോദിക്കും. നീ സംസാരിച്ചോന്ന് പറയും. ഞാനേ നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് ഒരു കാര്യം കൊണ്ടാണെന്ന് പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ വീണ്ടും പോയി, എനിക്ക് മനസ്സിലായി എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ലിയോ ഒന്ന് ഷോക്കായിട്ട് നിൽക്കാണ്. അങ്ങനെ തന്നെ പോയി തിരിഞ്ഞിട്ട്, എന്തിനാ നിങ്ങൾ അവിടെ മറഞ്ഞിരിക്കുന്നത്, എനിക്കറിയാം നിങ്ങളുടെ ലാഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരെ വേണേലും യൂസ് ചെയ്യുമെന്ന്, ഇനിയും നിങ്ങൾക്ക് ഈ ക്യാരക്ടർ വിടാനായില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. പിന്നെ വേറെ നിവർത്തിയില്ലാണ്ട് ലിൻഡയും കഴിഞ്ഞിട്ട് ബോയുടെ അടുത്തേക്ക് വരും. ബോയ്, എനിക്ക് നിന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ടെന്ന് പറയും. എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കണ്ടെങ്കിലോ, ഇനിയെങ്കിലും എന്റെ ഫ്രണ്ട്സിനെ നിങ്ങളുടെ ലാഭത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക. അല്ല എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് ഞങ്ങളെ വേണ്ടാന്നും പറഞ്ഞ് ഇട്ടിട്ട് പോയതല്ലേ, എന്നിട്ടും നിങ്ങൾക്ക് എന്താണ് എന്റെ അടുത്ത് പറയാനായിട്ടുള്ളതെന്ന് പറയും. അപ്പൊ തന്നെ ലിൻഡയും ഭയങ്കര ഇമോഷണൽ ആയിട്ട്, അങ്ങനെയല്ല, വേണമെന്ന് വെച്ച് നിങ്ങളെ ഞാൻ ഇട്ടിട്ട് പോയതല്ല, നിങ്ങൾ ഇനി അധികം ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കണ്ട, എന്തൊക്കെ വന്നാലും നിങ്ങൾ ഞങ്ങളെ വിട്ടിട്ട് പോയതല്ലേ, ഗെയിലിനെ കുറിച്ച് പോലും നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചില്ല, വേറൊരു പേഴ്സണെ കിട്ടിയപ്പോ അങ്ങോട്ടേക്ക് ഞങ്ങളെ വിട്ട് ഓടിപ്പോയി, നിങ്ങൾക്ക് പെർഫ്യൂമിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ, ഞങ്ങളെ കുറിച്ച് ഒരിക്കൽ പോലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ല എന്ന് പറയും. അപ്പൊ തന്നെ ലിൻഡയും, അപ്പോ എന്നെ കുറിച്ച് നിന്റെ ഡാഡ് ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞു തന്നേക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഡാഡ് ഞങ്ങളുടെ അടുത്ത് എന്തു പറഞ്ഞു പറഞ്ഞില്ല എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു ആവശ്യവുമില്ല, ഇതല്ലേ സത്യം, നിങ്ങൾ ഞങ്ങളെ വിട്ടിട്ട് പോയി, പക്ഷേ ഡാഡ് ഞങ്ങളെ വിട്ടിട്ട് പോയില്ല, ഇത്രയും വർഷം ഡാഡ് ഞങ്ങളുടെ കൂടെ നിന്നു, അതുകൊണ്ട് തന്നെ ഇനി ഒരു പേഴ്സന്റെ ആവശ്യം ഞങ്ങൾക്കില്ല, ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ കാണാനായിട്ട് ശ്രമിക്കരുത്, ബൈ ലിയു എന്നും പറഞ്ഞ് ലിയുന്റെ അടുത്ത് ബായും പറഞ്ഞ് ബോയ് അവിടെ നിന്ന് ഭയങ്കര ദേഷ്യത്തിൽ ഇറങ്ങി പോകും. അപ്പൊ തന്നെ ലിയു ബോയുടെ പുറകെ ചെല്ലും. ബോയ് ഓൾറെഡി കുറച്ച് ദേഷ്യത്തിൽ ഇരിക്കുവാണല്ലോ, അത് മൊത്തം ലിയുന്റെ നേരത്തെ തീർക്കും. എന്തിനാ നീ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്, അവര് നിന്നെ യൂസ് ചെയ്യാനായിട്ട് നീ നിന്ന് കൊടുക്കുവാണോന്നും ചോദിച്ച് ഒരുപാട് ചീത്തയൊക്കെ പറയും. ലിയുനൊന്നും
പറയാനായിട്ട് പറ്റില്ല, തലയും കുമ്പിട്ട് നിൽക്കും. സോറി, ഞാൻ നിന്റെ അടുത്ത് കുറച്ച് ഹാർഷായിട്ടാണ് പെരുമാറിയത്. നീ ഇനി ഒരിക്കലും അവരുടെ കാര്യവും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരരുത്. ഞാനും നിന്റെ വഴിയിൽ വരില്ല എന്നും പറഞ്ഞ് ബോയ് പയ്യെ നടക്കും. അപ്പൊ തന്നെ ലിയു ബോയിനെ സ്റ്റോപ്പ് ചെയ്യും. ബോയ്, ഇവിടെ എന്തായി നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് എന്തെങ്കിലും എന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ബോയും പയ്യെ തിരിഞ്ഞിട്ട്, നിന്നെയും കൂട്ടി ഒരു തവണ ഞാനൊരു പെർഫ്യൂം ഷോപ്പിലേക്ക് പോയി ഒരു പെർഫ്യൂം സെലക്ട് ചെയ്തില്ലേ, അത് എന്റെ അമ്മ യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ്. അമ്മയ്ക്ക് പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അത്രയധികം ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ഞാൻ അമ്മയുടെ റൂമിലേക്ക് നോക്കിയപ്പോ അമ്മ പെർഫ്യൂംസ് ഒക്കെ എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ഒരു ഭ്രാന്ത് പിടിച്ച പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവസാനം ഒരു ബോട്ടിൽ പൊട്ടിച്ച് വെയിൻ കട്ട് ചെയ്യാനായിട്ട് പോകുമ്പോ ഡാഡ് വന്നാണ് തടുത്തത്. പിന്നീട് അമ്മ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. എപ്പോഴും പുറത്തേക്ക് ഒരു മരത്തിലേക്ക് നോക്കി തന്നെ നിന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് കളിക്കുന്നുണ്ടെന്ന് പോലും അമ്മ ശ്രദ്ധിക്കാറേ ഇല്ല. അവസാനം ഡാഡ് തന്നെ വന്ന്, നിനക്ക് എന്താ വേണ്ടത്? ഡിവോഴ്സ് ആണെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ അമ്മയും ഡിവോഴ്സ് വാങ്ങി വേറൊരു ആളിന്റെ കൂടെ പോയി, അതും എന്റെ കൺമുൻപിലൂടെ. പിന്നെ ഞാൻ എങ്ങനെയാണ് എന്റെ അമ്മേനെ സ്നേഹിക്കുക എന്ന് ഇങ്ങനെ ചോദിക്കും. ആക്ച്വലി ബോയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ അമ്മേനെ വെറുക്കുന്നതിൽ ഇതിലും വലിയ റീസൺ ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഇത് കേട്ടിട്ട് ലിയോനും ഒന്നും പറയാനേ പറ്റുന്നില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ ലോണ്ടറി ഷോപ്പിൽ വെച്ചിട്ട് ഷായുടെ അടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം പറയും. ഇത് കേട്ട് ഷായും, എന്നാലും ബോയ് തെറ്റിദ്ധരിച്ചതായിരിക്കാം. മിസ് ലിൻഡ ഡിവോഴ്സ് ആയതിനു ശേഷം ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ല, പെർഫ്യൂമാണ് എന്റെ ജീവിതം എന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. പിന്നെ ലിൻഡക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ട്. അയാൾക്കാണെങ്കിലോ പെൺകുട്ടികളെയൊന്നും ഇഷ്ടമില്ല. ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇപ്പോ അയാളെ മാരേജ് ചെയ്ത് ഫ്രാൻസിൽ സെറ്റിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ ബോയ്ക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും മിസ് ലിൻഡ വേറൊരാളുടെ കൂടെ പോയിന്ന്? അതില് എനിക്കെന്തോ അവൻ തെറ്റിദ്ധരിച്ചതായിരിക്കാം എന്നാണ് തോന്നുന്നത്. അതുമല്ലാണ്ട് മിസ് ലിൻഡക്ക് ആകെ ഒരു ചിന്തയേ ഉണ്ടായുള്ളൂ, എങ്ങനെയെങ്കിലും എന്റെ രണ്ട് മക്കളെയും എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം, അവരാ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷിക്കണം എന്ന് മാത്രമേ എപ്പോഴും പറയുകയുണ്ടായുള്ളൂ. അങ്ങനെയുള്ള ഒരാള് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് പറയും. അപ്പൊ തന്നെ ലിയും, എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല, ഇതിലെന്തോ കുഴപ്പങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ബോയുടെ ഫാദറിനെ കാണിക്കാണ്. പുള്ളിക്കാരൻ ഒരു ഡോർ തുറന്ന് ഒരു റൂമിലേക്ക് ചെല്ലും. അതിലാണെങ്കിലോ ലിൻഡ അയച്ച ഒരുപാട് ഗിഫ്റ്റ് ഒക്കെയാണ് ഉള്ളത്. അത് ഒന്നുപോലും മക്കളുടെ കയ്യിലേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബോയുടെ ഡാഡ് ഒരു റൂമിൽ വെച്ച് പൂട്ടിയേക്കുവാണ്. ആക്ച്വലി ബോയ്ക്ക് തന്റെ അമ്മ ഇത്രയും ഗിഫ്റ്റും ഒരുപാട് ഗ്രീറ്റിംഗ് കാർഡും അയച്ചിട്ടുള്ള ഒരു വിവരം പോലും അറിയില്ല. ഇതൊന്നും അറിയിക്കാണ്ട് ഡാഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ലിയു ഇപ്പോ ലിൻഡനെ കാണാനായിട്ട് വന്നേക്കുവാണ്. ഹീറോന്റെ സൈഡിലുള്ള സ്റ്റോറി ഇപ്പോ കേട്ടിട്ടുണ്ട്. ഇനി ലിൻഡയുടെ സൈഡിൽ നിന്നും കൂടി കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് പുള്ളിക്കാരിയുടെ ഓഫീസിലേക്ക് ചെല്ലുന്നത്. അവിടെയാണെങ്കിലോ ഷാ ഉണ്ടാക്കുന്ന പെർഫ്യൂമിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ലിയു അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ തന്നെ ലിൻഡ ആ ക്ലാസ്സിൽ ലിയുവിനെയും പിടിച്ചിരുത്തും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ലിയുനുമായിട്ടും പറഞ്ഞു കൊടുക്കും. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടി കഫറ്റേരിയയിലേക്ക് ചെന്നിരിക്കും. ലിയുവിന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് കുറച്ച് മടിച്ചിരിക്കുവാണ്. ആ ടൈമിന് ലിൻഡയും, എന്റെ മകൻ എന്നെ പറ്റി എന്തെങ്കിലും ചോദിച്ചായിരുന്നു എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോ തന്നെ ഇവര് രണ്ടുപേരും ഓർഡർ ചെയ്ത ജ്യൂസും അങ്ങോട്ടേക്ക് വരും. പേരൊക്കെ നോക്കിയിട്ട് രണ്ടുപേരും ആ ഒരു ജ്യൂസ് എടുത്ത് കുടിക്കും. ലിയു കുടിച്ചതിന് ശേഷം, ഇത് ഞാൻ പറഞ്ഞ ജ്യൂസ് അല്ലല്ലോ എന്ന് വെയിറ്ററിന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും. അയ്യോ, പേര് മാറിപ്പോയിന്ന് എനിക്ക് തോന്നുന്നു, എന്നാലും ഈ ഒരു ജ്യൂസ് ആയിരിക്കും നിങ്ങളുടേത്. ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ പോലും ഇത് വാട്ടർമെലൻ ജ്യൂസ് ആണെന്ന് അറിയാം. എന്നിട്ടും അവര് കുടിച്ചല്ലോ എന്ന് ഇങ്ങനെ പറയും. എന്തായാലും കുഴപ്പമില്ല, വേറൊരു ജ്യൂസ് എടുത്തുകൊണ്ട് വന്നും പറഞ്ഞ് ആ വെയിറ്ററിനെ ലിയു പറഞ്ഞു വിടും. അതിനുശേഷം ലിൻഡയുടെ അടുത്തിരുന്ന് വെച്ചാൽ ആ ജ്യൂസ് എടുത്ത് ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കും. ഇതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ തന്നെ ഇതൊരു വാട്ടർമെലൻ ജ്യൂസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ ജ്യൂസ് കുടിച്ചതെന്ന് ലിയു ചോദിക്കും. അപ്പൊ തന്നെ ലിൻഡയും ഒന്നും അടിച്ചിട്ട്, എന്താ നീ പറഞ്ഞു വരുന്നത്? ജസ്റ്റ് ഒരു വാട്ടർമെലൻ ജ്യൂസ് പോലും എനിക്ക് സ്മെല്ല് ചെയ്യാനായിട്ട് പറ്റുന്നില്ലേ എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു സത്യം പറയാം, എനിക്കിപ്പോ സ്മെല്ല് ചെയ്ത് ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിയു ഷോക്കാകും. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഒരു പെർഫ്യൂമറിന് സ്മെല്ല് ചെയ്യാനായിട്ടുള്ള സെൻസ് അല്ലേ ആദ്യം വേണ്ടത്? അതില്ലാണ്ട് നിങ്ങൾ എങ്ങനെ ഒരു പെർഫ്യൂം തയ്യാറാക്കുമെന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ തന്നെ ലിൻഡയും ഇരുന്ന് ഫ്ലാഷ് ബാക്കിൽ നടന്ന കാര്യം പറയാനായിട്ട് തുടങ്ങുവാണ്. ഇതെല്ലാം മാരേജിന് ശേഷമാണ് ആരംഭിച്ചത്. എന്നൊരാള് വന്ന്, നിന്നെ ജീവന തുല്യം ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നല്ല പോലെ നോക്കിക്കോളാന്നും പറഞ്ഞ് പ്രപ്പോസ് ചെയ്തു. ഇത് കേട്ട് ഞാനും ഭയങ്കര ഹാപ്പിയായി. ഞാനാണ് ഈ വേൾഡിലെ ലക്കിയസ്റ്റ് പേഴ്സൺ എന്ന് വിചാരിച്ച് ആ മാരേജിന് ഞാൻ ഓക്കെയും പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ മാരേജും കഴിഞ്ഞു. ആദ്യം എനിക്ക് ബോയ് പിറന്നു, അതിനുശേഷം ഗെയിലും പിറന്നു. അങ്ങനെ എന്റെ മക്കളും എന്റെ പാഷനുമായിട്ട് മുന്നോട്ട് പോയി. ചില സമയങ്ങളിൽ പെർഫ്യൂമൊക്കെ
തയ്യാറാക്കി വരുമ്പോൾ കുറച്ച് ലേറ്റ് ആകും. അതുകൊണ്ട് തന്നെ എന്നെ അസിസ്റ്റന്റ് ആണ് ഡ്രോപ്പ് ചെയ്യുക. ഇത് പോകെ പോകെ ബോയുടെ ഫാദറിന് ഒട്ടും ഇഷ്ടമില്ലാണ്ടായി. എൻ്റെ അടുത്ത് എന്റെ പാഷൻ വിടാനായിട്ട് പറഞ്ഞു. എങ്ങനെയാ എന്റെ പാഷൻ ഞാൻ വിടുക? ഗായിയുടെ ഫാദറിനെ സംബന്ധിച്ചിടത്തോളം മാരേജ് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഹസ്ബൻഡിനെയും മക്കളെയും നോക്കി ഒരു ഹൗസ് വൈഫായിട്ട് ജീവിച്ചു പോണം. അതിന് എനിക്ക് സമ്മതമല്ലായിരുന്നു. ഞാൻ ജോലിക്കും പോകും, എന്റെ മക്കളെയും നോക്കുമെന്നും പറഞ്ഞ് വാശി പിടിച്ച് 1 വീക്ക് രാവിലെ ജോലിക്ക് പോയി ഒരു 4 മണിക്കുള്ളിൽ വീട്ടിലേക്ക് വരും. അതിനുശേഷം വീട്ടിൽ വെച്ചാണ് എല്ലാ ടെസ്റ്റിങ്ങും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 1 വീക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് അയാൾ വന്ന് എന്റെ ഫോൺ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. എന്തിനാ എന്റെ ഫോൺ ചെക്ക് ചെയ്യുന്നെന്ന് ചോദിച്ചപ്പോ, നീ എപ്പോഴും നിന്റെ അസിസ്റ്റന്റിന്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കല്ലേ, ഇവിടെ നിന്ന് പോകുന്നത് പോലും അസിസ്റ്റന്റിനെ കാണാൻ വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ടാണെന്നും പറഞ്ഞിട്ട് എന്റെ ഫോൺ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ ഫോൺ എടുക്കാനായിട്ട് ഞാൻ സമ്മതിച്ചില്ല. പെട്ടെന്ന് അയാൾ എന്നെ തള്ളിവിട്ടു. എന്റെ തല ഇടിച്ചു വീണ് ഞാൻ 2-3 ദിവസം കോമ സ്റ്റേജിലായിരുന്നു. അതിനുശേഷം എഴുന്നേറ്റപ്പോഴാണ് ഡോക്ടർ ഒരു വിഷയം പറയുന്നത്. സ്മെല്ല് ചെയ്യാനായിട്ടുള്ള സെൻസ് എനിക്ക് നഷ്ടമായി എന്ന്. ഒരു പെർഫ്യൂമർക്ക് സ്മെല്ല് ചെയ്യാനായിട്ടുള്ള സെൻസ് നഷ്ടമായാൽ എന്തായിരിക്കും അവസ്ഥ? അതേപോലെ തന്നെ ഞാനും വീട്ടിലേക്ക് വന്ന് ഓരോ പെർഫ്യൂമും സ്മെല്ല് ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് സ്മെല്ല് ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനെ എനിക്ക് വട്ടാവാനായിട്ട് തുടങ്ങി. ആ ടൈമിന് ഒരു ബൊക്കെയുമായിട്ട് വന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് സോറിയൊക്കെ പറഞ്ഞു. പക്ഷേ അതിനുശേഷം പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും വലിയ ഷോക്കായത്. ഒരു വിധത്തില് നിനക്ക് ഇങ്ങനെ സംഭവിച്ചത് നന്നായി. ഇനി എന്തായാലും നിനക്ക് ജോലിക്കൊന്നും പോവണ്ടല്ലോ, നിന്നെ ഞാൻ നോക്കിക്കോളാം, നമുക്ക് 4 പേർക്കും കൂടി ഇവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കാന്ന് പറഞ്ഞു. ഇതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയില്ല. ആകെ എന്തോ പോലെയായി. അങ്ങനെ ഒരുപാട് പെർഫ്യൂംസ് എന്റെ കയ്യിലടിച്ച് സ്മെല്ല് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ എനിക്ക് ഒരു സ്മെല്ല് പോലും കിട്ടിയില്ല. അവസാനം അവിടെ കിടന്ന ഒരു ചില്ലും കഷ്ണം എടുത്ത് വെയിൻ കട്ട് ചെയ്ത് ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചു. ആ ടൈമിന് എന്റെ ഹസ്ബൻഡ് വന്നാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ഈ ഒരു കാര്യങ്ങളെല്ലാം എന്റെ മകനും കാണുന്നുണ്ടായിരുന്നു. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. അങ്ങനെ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോയി. അവസാനം അദ്ദേഹം തന്നെ എന്റെ അടുത്തേക്ക് വന്ന്, നിനക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ ഞാൻ തരാം, പക്ഷേ നമ്മുടെ 2 മക്കളെയും ഞാൻ നിന്റെ കൂടെ വരില്ല. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി തെരുവിൽ തെണ്ടി ജീവിക്കുകയോ എന്ത് വേണേലും ചെയ്യാം, എനിക്കൊരു പ്രോബ്ലവും ഇല്ല. എന്റെ മക്കളെ മാത്രം ഞാൻ വിട്ടു തരില്ല എന്ന് എന്റെ അടുത്ത് ഭയങ്കര റൂഡായിട്ടാണ് പറഞ്ഞത്. ശരിക്കും അയാൾക്ക് 2 ഫേസ് ഉണ്ട്. എന്റെ അടുത്ത് വേറൊരു രീതിയിലും മക്കളുടെ അടുത്ത് വേറൊരു രീതിയിലുമാണ് അയാൾ പെരുമാറിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2 ഫേസ് ഉള്ള ഒരാളുടെ കൂടെ എങ്ങനെ ഇനി മുന്നോട്ട് പോകും? അതുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സ് വാങ്ങി പോയത്. പോകുമ്പോ പോലും അമ്മ തിരിച്ചു വരും, നിങ്ങളെയും കൂട്ടി അമ്മ പോകുമെന്ന് എന്റെ മകന് പ്രോമിസ് പോലും കൊടുത്തിട്ടാണ് പോയത്. പിന്നീടാ എനിക്ക് മനസ്സിലായത് അവൻ എന്നോട് വെറുപ്പ് വന്ന കാര്യം അവന്റെ കൺമുൻപിലൂടെ ഞാൻ വേറൊരാളുടെ കൂടെ പോയതിനാലാണെന്ന്. ശരിക്കും ഞങ്ങളുടെ ഇടയിൽ വേറെ ആരോ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ മോൻ ഇത്രയും എന്നെ വെറുക്കുന്നത്. അതുമല്ലാണ്ട് ഓരോ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഓരോ ഫംഗ്ഷൻസിനും ഒരുപാട് ഗിഫ്റ്റും ഗ്രീറ്റിംഗ് കാർഡ്സും ഞാൻ അവർക്കായിട്ട് അയച്ചു. അതൊക്കെ അവർക്ക് കിട്ടിയോന്ന് പോലും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹം എന്റെ 2 മക്കളെയും നല്ല രീതിക്ക് നോക്കുന്നുണ്ട്. അത് ഞാൻ അക്സെപ്റ്റും ചെയ്യുവാണ്. മക്കളുടെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറിയ ആള് എന്റെ അടുത്ത് നല്ല രീതിക്ക് പെരുമാറിയില്ല. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്കിങ്ങനെ സംഭവിച്ചത് പോലും അയാൾ കാരണമാണ്. അതിന്റെ ഒരു ഗിൽറ്റി ഫീലിംഗ് പോലും അദ്ദേഹത്തിനില്ല. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? അതുകൊണ്ടാണ് ഡിവോഴ്സും കൊടുത്ത് എന്റെ പാഷന്റെ പുറകെ ഓടിയതും ഞാൻ ഇത്രയ്ക്കും സക്സസ്ഫുൾ ആയതും. എന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. എന്താ സത്യമല്ലേ എന്ന് ചോദിക്കും. അപ്പൊ തന്നെ ലിയു, നിങ്ങൾ എന്തായാലും വിഷമിക്കണ്ട, ബോയ് നിങ്ങളെ മനസ്സിലാക്കും. ഒരമ്മ എന്ന നിലയിൽ നിങ്ങൾ ഒരിക്കലും ഫെയിലല്ല. നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിന്റെ പിന്നാലെയല്ലേ പോയത്, അതൊരിക്കലും തെറ്റല്ല എന്നറിയും. അപ്പൊ തന്നെ ലിൻഡയും ഡ്രീമും അതേപോലെ എന്റെ മക്കളും ഒരേപോലെ നിന്നിരുന്നെങ്കിൽ എന്തോരം സന്തോഷമായിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞ് ഫീൽ ചെയ്തോണ്ടിരിക്കും. നിങ്ങൾ എന്തായാലും വിഷമിക്കണ്ടെന്നും പറഞ്ഞിട്ട് ലിയു നേരെ ബോയുടെ അടുത്തേക്ക് ചെല്ലും. ലിൻഡ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബോയുടെ അടുത്ത് പറയും. ഇത് കേട്ട് ബോയും നേരെ ലിൻഡനെ കാണാനായിട്ട് ചെല്ലും. ബോയിനെ കാണുമ്പോ തന്നെ ലിൻഡയും, എന്താ ലിയു നിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഇപ്പോഴെങ്കിലും നിനക്ക് എന്നെ മനസ്സിലായോ? ഞാൻ നിന്റെ ഡാഡിനെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം വേറൊരാളുടെയും കൂടെ പോയിട്ടില്ല. അത് നീ മനസ്സിലാക്കണം. നീ നോക്കണ്ട, ഞാൻ ചെയ്തത് തെറ്റാണ്. നിങ്ങളെ വിട്ടിട്ട് പോവാൻ പാടില്ലായിരുന്നു. എന്നാലും നിങ്ങളെ തിരിച്ചെടുക്കാനായിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. ഒരുപാട് ഗ്രീറ്റിംഗ് കാർഡ്സും ഒരുപാട് ഗിഫ്റ്റും നിങ്ങൾക്കായിട്ട് അയച്ചു. അതൊക്കെ നിനക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയാൻ പാടില്ല. നീ എന്തായാലും നല്ല കുട്ടിയാണ്. നിന്നെ നിന്റെ ഡാഡ് നല്ല രീതിക്കാ വളർത്തിയിരിക്കുന്നത്. ഇനിയെങ്കിലും നിനക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത്രയൊക്കെ കേട്ടിട്ടും ബോയ് ആണെങ്കിലോ ഒന്നും റിയാക്ട് ചെയ്യാണ്ട് വെള്ളോടത്തോട്ട് നോക്കി നിൽക്കും. ആ ടൈമിന് ലിൻഡയും, നിനക്ക് എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നീ എന്റെ അടുത്ത് ഇനി മുതൽ സംസാരിക്കണ്ട. ഞാനും നിന്റെ പുറകെ സംസാരിക്കാനായിട്ട് വരില്ല. നീ എനിക്ക് ഒരു പ്രോമിസ് മാത്രം ചെയ്താൽ മതി. നീ നിന്റെ അനുജത്തിയും നല്ല രീതിക്ക് വളരണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകണം. അത്രമാത്രം മതി എന്ന് പറയും. ഇത് കേട്ട് ബോയും ഭയങ്കര ദേഷ്യത്തിൽ ലിൻഡനെ നോക്കും.
എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ടൊന്നും താല്പര്യമില്ല. ഒന്നു മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ഒരു ബോക്സ് എടുത്ത് ടേബിളിമേലേക്ക് വെക്കും. നിങ്ങൾ ഈ ഫ്ലവറും ഇതിലുള്ള പെർഫ്യൂമും സ്മെല്ല് ചെയ്തിട്ട് എന്ത് സ്മെല്ലാണെന്ന് എൻ്റെ അടുത്ത് പറയണോന്നറിയും. ഇത് കേൾക്കുമ്പോൾ ലിൻഡ വല്ലാണ്ട് ഇമോഷണൽ ആയിട്ട് കണ്ണീരൊക്കെ വരും. എനിക്കിത് പറ്റില്ല, എനിക്ക് സ്മെല്ല് ചെയ്യാനായിട്ട് പറ്റില്ല എന്നറിയും. അതെന്തുകൊണ്ട് പറ്റില്ല? നിങ്ങളൊരു പെർഫ്യൂം മേക്കർ അല്ലേ? അങ്ങനെയുള്ള ഒരാള് സ്മെല്ല് ചെയ്യാണ്ട് എങ്ങനെ പുതിയത് ക്രിയേറ്റ് ചെയ്യുമോന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ലിൻഡക്ക് വല്ലാത്ത ദേഷ്യമൊക്കെ വരും. ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട്, നിനക്കപ്പോ എന്നെ വിശ്വാസം ഇല്ലല്ലേ? ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. എനിക്കൊന്നും സ്മെല്ല് ചെയ്യാനായിട്ട് കഴിയില്ല. നിനക്ക് എന്നെ വിശ്വാസമില്ല. ഇനി മുതല് നീ എന്നെ വിശ്വസിക്കുകയും വേണ്ട. നിന്നെ വളർത്തിയ നിന്റെ ഡാഡ് പറയുന്നത് മാത്രം നീ വിശ്വസിച്ചാ മതി. എന്നെ കുറിച്ച് നിന്റെ ഡാഡ് പറയുന്നതെല്ലാം വിശ്വസിച്ചോ? നിങ്ങളെയൊക്കെ എന്റെ കസ്റ്റഡിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോരം ട്രൈ ചെയ്തു എന്ന് നിനക്കറിയാമോ? നിന്റെ ഡാഡ് നിങ്ങളെ രണ്ടുപേരെയും നന്നായിട്ട് വളർത്തിയിട്ടുണ്ട്. അതിലൊരു കുറവും എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ നിന്റെ ഡാഡ് എനിക്ക് നല്ലൊരു ഹസ്ബൻഡ് ആയിരുന്നില്ല. അത് നീ എന്തുകൊണ്ടാ മനസ്സിലാക്കാത്തത്? ഒരമ്മയായി എനിക്ക് എന്റെ മക്കളുടെ കൂടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യണം. എന്റെ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരുമിച്ചൊന്ന് ഡിന്നർ കഴിക്കണം. അത്ര മാത്രമേ എന്റെ ആഗ്രഹമുള്ളൂ. പക്ഷെ അതിനു പോലും എനിക്ക് സാധിക്കുന്നില്ല. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്റെ മക്കളുടെ കൂടെ കുറച്ച് ഹാപ്പി ടൈം എനിക്ക് വേണം. അത്ര മാത്രമല്ലേ ഉള്ളൂ. അത് മാത്രമല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എന്നിട്ട് അതുപോലും എനിക്ക് ലഭിക്കുന്നുണ്ടോന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് കരയാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോൾ ബോയ്ക്കും വല്ലാത്തൊരു സങ്കടമൊക്കെ വരും. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നേരെ അവന്റെ വീട്ടിലേക്ക് ചെല്ലും. ആ ടൈമിന് ബോയുടെ സിസ്റ്ററും എപ്പോഴത്തെ പോലെ തന്നെ ലൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ ബോയ് ഒരു കാര്യം പെട്ടെന്ന് തന്നെ തീരുമാനിക്കും. അതേ ടൈം ബോയ് പോയതിനു ശേഷം അവൻ കൊണ്ടുവന്ന ആ ഒരു ഫ്രോസൺ ഫ്ലവേഴ്സ് എടുത്തു വെച്ച് ലിൻഡയും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് കുറച്ച് സമയത്തിന് ശേഷം ബോയുടെ ഡാഡി വീട്ടിലേക്ക് കയറി വരും. സർവന്റ് ആണെങ്കിലോ ഒരു പ്ലേറ്റ് മാത്രമേ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുള്ളൂ. ഇതെന്താണ്, ഒരു പ്ലേറ്റ് മാത്രമല്ലേ ഉള്ളൂ? അവർക്ക് രണ്ടുപേർക്കും നീ പ്ലേറ്റ്സ് ഒന്നും വെച്ചില്ലേ എന്ന് ചോദിക്കും. ഇല്ല സർ, അവര് രണ്ടുപേരും ഇപ്പോ പുറത്തേക്ക് പോയേക്കുവാണ്. അതുമല്ലാണ്ട് വേറെ ആരുടെയോ കൂടെ ഡിന്നർ കഴിക്കുമെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്രം ഞാൻ പ്ലേറ്റ് വെച്ചെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഡാഡിന് എന്തോ പോലെയായിട്ട് രണ്ടുപേരുടെ റൂമിലേക്ക് ഓടിച്ചെല്ലും. ബോയുടെ റൂമിൽ ഒരു സ്റ്റിക്കി നോട്ട് ബോയ് ഡാഡിനായിട്ട് വെച്ചിട്ടുണ്ട്. അതങ്ങനെ തന്നെ എടുത്തു നോക്കും. ഡാഡ്, നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കണം. നിങ്ങൾ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എന്താണോ തട്ടിപ്പറിച്ചത് അത് കൊടുക്കാനായിട്ട് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു നോട്ടാണ്. ഇത് കണ്ട് ഡാഡും ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. അതേ ടൈം ബോയ് കൊണ്ടുവന്ന ആ ഒരു ഫ്രോസൺ ഫ്ലവേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിനടിയിലായിട്ട് ലിൻഡക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സും വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ലിൻഡക്ക് ഒരുപാട് ഹാപ്പി ആകും. എൻ്റെ മകന് ഇപ്പോഴും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്നുള്ള സന്തോഷത്തിലിരിക്കും. അതേ ടൈം ബോയും സിസ്റ്ററും കൂടി ലിൻഡയുടെ വീട്ടിലേക്ക് തന്നെ ഡിന്നർ കഴിക്കാനായിട്ട് വരും. ലിൻഡനെ കാണിച്ചു കൊടുത്ത് ബോയും ഇത് നിന്റെ അമ്മയാണെന്ന് സിസ്റ്ററിന്റെ അടുത്ത് പറയും. സിസ്റ്റർ വളരെ കുഞ്ഞായിരുന്ന ടൈമിനാണല്ലോ അമ്മ ഡിവോഴ്സ് ഒക്കെ വാങ്ങി പോയത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഇതുവരേക്കും അമ്മേനെ കണ്ടിട്ടില്ല. അങ്ങനെ സിസ്റ്ററും ഭയങ്കര ഫോർമലായിട്ട് അമ്മയുടെ അടുത്ത് സംസാരിക്കും. നീ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തായാലും നിങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. വാ, നമുക്ക് 3 പേർക്കും കൂടി ഡിന്നർ കഴിക്കാന്ന് പറഞ്ഞിട്ട് ഡൈനിങ് ടേബിളിലേക്ക് ചെന്നിരിക്കും. സിസ്റ്ററിന് ഇഷ്ടമുള്ള ഒരുപാട് ഫുഡും അതേപോലെ ബോയ്ക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഫുഡും ലിൻഡ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ സിസ്റ്ററും, അല്ല എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇതൊക്കെയാണെന്ന് അമ്മക്ക് എങ്ങനെ അറിയാന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ഫുഡാണ് ഇഷ്ടമുള്ളതെന്ന് എനിക്കറിയാനായിട്ട് സാധിക്കില്ലേ? കുഞ്ഞായിരിക്കുമ്പോ ബോയ്ക്ക് എഗ്ഗ് വെച്ച് എന്തോരം ഡിഷ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നെന്ന് അറിയാമോ? അവന് എഗ്ഗുള്ള ഏത് ഫുഡും ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ 3 പേരും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോ ബോയ് ആണെങ്കിലോ, ഇതെന്താണ് ഈ ഷർട്ട് എന്റെ അല്ലേ, ഇതെങ്ങനെ ഇവിടെ വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ലിൻഡയും, ഞാൻ നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് വന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഗെയില് എപ്പോഴും ഓൺലൈനിൽ നിന്റെ ഷർട്ടൊക്കെ സെയിൽ ചെയ്യില്ലേ, അത് കണ്ട് ഞാൻ എപ്പോഴും അതൊക്കെ വാങ്ങും. നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് തൊടാൻ പറ്റിയില്ലെങ്കിൽ പോലും സ്ക്രീനിലൂടെ എന്റെ 2 മക്കളെയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് നിങ്ങളെ കാണണം, ടച്ച് ചെയ്യണം, ഹഗ് ചെയ്യണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരുമിച്ച് കുറച്ചു നേരം ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യണം. പക്ഷെ ഇതെല്ലാം എന്റെ ഡ്രീം മാത്രമായി മാറുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോ അതൊന്നും ഡ്രീം അല്ല, റിയൽ ലൈഫിൽ നടക്കുമെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ബോയും ലിൻഡയും കൂടി സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇപ്പൊ നിനക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? എന്നോട് നീ ക്ഷമിക്കുമോ എന്ന് ചോദിക്കും. കുറച്ചു നാളുകൾക്ക് മുമ്പാണ് അമ്മ എൻ്റെ അടുത്ത് ഈ കാര്യം ചോദിക്കുന്നതെങ്കിൽ എന്ത് മറുപടി തരണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഞാൻ വളർന്നില്ലേ, മെച്ചുർഡായി, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് എനിക്കും സാധിക്കുന്നുണ്ടെന്ന് പറയും. അദ്ദേഹത്തെ ഒരച്ഛനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അദ്ദേഹം നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെ 2 പേരെയും നല്ല മനുഷ്യന്മാരാക്കി വളർത്തി, അതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഒരു ഹസ്ബൻഡിന്റെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഫെയിലാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ തന്നെ ബോയും, എനിക്ക് മനസ്സിലാവുന്നുണ്ട്,
കുഞ്ഞുനാളിലൊക്കെ ഡാഡിനെ പോലെ വളർന്ന് വലുതായി നല്ലൊരു മനുഷ്യനാവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഡാഡിലും ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. ഡാഡിൽ നിന്ന് എന്തൊക്കെ എടുക്കണ്ടെന്ന് എനിക്കിപ്പോ അറിയാന്ന് പറയും. അപ്പൊ തന്നെ ലിൻഡയും, അപ്പോ നീ നിന്റെ ഡാഡിനെയും എന്നെയും വെറുക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ചേച്ചി, ഞാൻ എന്തിനു വെറുക്കണം? അങ്ങനെയല്ല, നിങ്ങളുടെ അടുത്ത് നിന്ന് നല്ല ക്വാളിറ്റീസ് എടുത്ത് ചീത്ത ക്വാളിറ്റീസ് കളഞ്ഞ് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ലിൻഡക്കും ഭയങ്കര ഹാപ്പി ആകും. നീ എന്തായാലും നല്ല കുട്ടിയായിട്ടാണ് വളർന്നിരിക്കുന്നത്, അതെനിക്ക് മനസ്സിലായി. പിന്നെ നിനക്ക് വേറെ എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാനായിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. അമ്മയ്ക്ക് സ്മെല്ല് ചെയ്യാനായിട്ടുള്ള സെൻസ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ പിന്നെ എങ്ങനെയാ അമ്മ പെർഫ്യൂംസ് ഒക്കെ മേക്ക് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് പെർഫ്യൂംസ് ഒന്നും സ്മെല്ല് ചെയ്യാനായിട്ട് സാധിക്കില്ല, പക്ഷെ ആ ഒരു സ്മെല്ല് ഫീൽ ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കും. ചില മ്യൂസീഷ്യൻസ് പറയുന്നത് കേട്ടിട്ടില്ലേ, എനിക്ക് ചെവി കേൾക്കില്ലെങ്കിൽ പോലും മ്യൂസിക് എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. അതേപോലെ ഞാൻ എല്ലാ സ്മെല്ലും ഫീൽ ചെയ്യാറുണ്ട്. ആരംഭത്തിൽ കുറച്ച് കഷ്ടമൊക്കെ ആയിരുന്നു, പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ, ആ കഷ്ടപ്പാടുകളെല്ലാം പോകെ പോകെ പോയി. പിന്നെ അതെല്ലാം എനിക്ക് ഈസി ആയിട്ട് മാറി. അല്ല, നിന്റെ പ്ലാൻ എന്താണ്? ഇനി കോളേജിലേക്ക് എങ്ങനെ പോകും? വീട്ടിൽ നിന്ന് തന്നെ പോവാനായിട്ടാണോ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കും. വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോവാനായിട്ട് ഒരുപാട് ദൂരമൊക്കെ ഉണ്ട്, അതുകൊണ്ട് കോളേജിന്റെ അടുത്ത് തന്നെ ഒരു വീട് നോക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറയും. നീ കോളേജിന്റെ അടുത്ത് വീട് നോക്കാനായിട്ടാണോ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഒരാളുടെ വീടിന്റെ അടുത്ത് താമസിക്കാനാണോ എന്നും ചോദിച്ച് അമ്മ നല്ല രീതിക്ക് നമ്മുടെ ബോയിനെ കളിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ മോർണിംഗ് ലിയുവിനെ കാണിക്കാണ്. റൂഫ് ടോപ്പിൽ വന്ന് നിന്ന് തുണിയൊക്കെ ഉണക്കാനായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ടൈമിന് ബോയുടെ അടുത്ത് നിന്ന് കോള് വരും. നീ ഫ്രീ ആണോ? ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്റെ അടുത്ത് സംസാരിക്കാനായിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് രണ്ടുപേരും കൂടി ഒരു പാർക്കിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ ലിയു, നമ്മളെ ഒരുമിച്ച് നടക്കാനായിട്ട് തുടങ്ങിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ആയിട്ടുണ്ട്, ഇനിയെങ്കിലും നീ വന്ന കാര്യം എന്താണെന്ന് പറയാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ നിന്റെ അടുത്ത് സംസാരിക്കാനായിട്ടുണ്ട്. ആദ്യം നിന്റെ അടുത്ത് ഒരു താങ്ക്സ് പറയണം, എന്റെ അമ്മയുടെ കൂടെ എന്നെ ചേർത്ത് വെച്ചതിന്. പിന്നെ ഒരുപാട് തവണ ഞാൻ നിന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അതിന് എനിക്ക് നിന്റെ അടുത്ത് സോറിയും കൂടി പറയണമെന്നറിയും. അതിന് സോറി ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നീ അന്ന് ആ പെർഫ്യൂം എടുത്ത് അഗ്ലിയാണെന്ന് പറഞ്ഞ് കേട്ടപ്പോ തന്നെ ഞാൻ അവിടെ നിന്ന് പോയി. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു, അതിന്റെ ബാക്ക് സ്റ്റോറിയും കൂടി ഞാൻ കേൾക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഒരുപാട് വെറുത്തു. പിന്നീട് നിന്റെ അടുത്ത് സംസാരിക്കാൻ പോലും ഞാൻ നിന്നില്ല. ഒരുപാട് വർഷങ്ങൾ നിന്നെ ഞാൻ വെറുത്തുകൊണ്ടിരുന്നു. അതിനെല്ലാം എന്റെ അടുത്ത് ക്ഷമിക്കണമെന്ന് അറിയും. അങ്ങനെ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ക്ഷമിക്കണം, സോറി, താങ്ക് യു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ അന്നത്തെ ഒരു ദിവസം ഇവര് രണ്ടുപേരും കൂടി ഒരു ഡേറ്റിങ്ങിന് പോയ പോലെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യും. അങ്ങനെ രണ്ടുപേരും കൂടി ചുറ്റിക്കറങ്ങി നടന്ന് ഒരു സ്ഥലത്തേക്ക് ചെന്നിരിക്കും. അപ്പൊ തന്നെ ലിയു, അല്ല, കോളേജിൽ വെച്ച് ഇത് ഞാനാണെന്ന് നീ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് ഇങ്ങനെ ചോദിക്കും. നിനക്കറിയില്ലേ, മനുഷ്യർക്ക് 6 സെൻസ് ഉണ്ട്. സ്മെല്ല് വെച്ച് കണ്ടുപിടിക്കാം, ഒരു സാധനം നോക്കി കണ്ടുപിടിക്കാം, അങ്ങനെ ഒരുപാട് സെൻസുകളൊക്കെ ഹ്യൂമൻസിനുണ്ട്. അതേപോലെ ഞാൻ നിന്നെ കണ്ടുപിടിച്ചത് നിന്റെ സ്മെല്ല് വെച്ചിട്ടാണ്. അപ്പോഴായിരുന്നാലും ശരി, ഇപ്പോഴായിരുന്നാലും ശരി, നിന്റെ ഫേസിൽ ഒരുപാട് ചേഞ്ചസ് വന്നിരുന്നാലും ശരി, നിന്റെ ബോഡിയിൽ നിന്ന് വരുന്ന ആ ഒരു പെർഫ്യൂമിന്റെ സ്മെല്ല് മാത്രം മാറിയിട്ടില്ല. കാരണം വേറൊന്നുമല്ല, എന്റെ അമ്മയും ഇതേ പെർഫ്യൂമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു എന്ന് പറയും. അപ്പോ നിനക്കിപ്പോ ഈ ഒരു സ്മെല്ല് ഇഷ്ടമാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് ഇഷ്ടമാണ്, അപ്പോഴും ശരി ഇപ്പോഴും ശരി, എന്റെ അമ്മ യൂസ് ചെയ്ത പെർഫ്യൂം അല്ലേ, അതുകൊണ്ട് ഒരുപാട് എനിക്ക് ഇഷ്ടമാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാമെന്നും പറഞ്ഞ് ബാഗിൽ നിന്ന് ഒരു പെർഫ്യൂം ബോട്ടിൽ പുറത്തേക്ക് എടുക്കും. ലാസ്റ്റ് ടൈം നിന്റെ അമ്മേനെ കാണാനായിട്ട് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഈ പെർഫ്യൂമിനെ പറ്റി ഒരു സെമിനാർ നടക്കുമായിരുന്നു. ആ ടൈമിന് ഞാൻ ക്രിയേറ്റ് ചെയ്ത പെർഫ്യൂമാണ് ഇതെന്നും പറഞ്ഞ് ബോയുടെ കയ്യിലേക്ക് കൊടുക്കും. ഇത് കാണുമ്പോൾ ബോയും, അല്ല, നീ അപ്പോ ഈ പെർഫ്യൂമിന് പേരൊന്നും വെച്ചില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, ഞാനൊരു പേരും വെച്ചില്ല, നിനക്ക് പറ്റുമെങ്കിൽ ഒരു പേര് വെക്കെന്നറിയും. ആ, ഓക്കെ എന്നും പറഞ്ഞ് ആലോചിച്ച് ഒരു പേര് ആ ഒരു പെർഫ്യൂം ബോട്ടിലിൽ എഴുതും. ആ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഈ പേര്, നിനക്ക് എന്തായാലും ഒരുപാട് കഴിവുകളുണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്കിനി നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നാലോ എന്ന് ബോയും ചോദിക്കും. പിന്നെ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഹാപ്പി ആയിട്ട് ഒരുപാട് നേരം ആ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കും. അങ്ങനെ ഒരുവിധം രണ്ടുപേരുടെയും ഇടയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി എപ്പോഴാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ലവ് ആയിട്ട് മാറുക? അതുമല്ലാണ്ട് ഫെയ് എന്നുള്ള ഒരാളും കൂടിയുണ്ട്. അവള് വന്ന് ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എന്തായാലും വരുന്ന എപ്പിസോഡുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.